ചെങ്കടിയുടെ തണലിൽ അധോലോക തേർവാഴ്ചകൾ പാടില്ല പറയുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വത്തിൻ്റെ പാരമ്പര്യം വെളിയം ഭാർഗവൻ്റെയും CK ചന്ദ്രപ്പൻ്റെയും കാനത്തിൻ്റെയും എല്ലാം പാരമ്പര്യമാണ്. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഒരു പ്രസ്താവന നടത്തിയാൽ അന്ന് അടുത്ത ദിവസം തന്നെ അവരുടെ വിമർശനം ഉൾക്കൊള്ളാനും തിരുത്താനും എല്ലാ സർക്കാരുകളും ഒരുക്കമായിരുന്നു. അത് UDFിലായിരുന്ന കാലത്ത് കരുണാകരൻ സർക്കാരായാലും അതുപോലെ നയനാർ സർക്കാരായാലും എല്ലാം അതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിമാരുടെ ശക്തി. കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കൽ അധോലോക ബന്ധം CPM നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന മനു തോമസിൻ്റെ വെളിപ്പെടുത്തൽ. മനു തോമസ് DYFIയുടെ ജില്ലാ പ്രസിഡൻറ്റും CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. കഴിഞ്ഞ 1.5 കൊല്ലമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം പാർട്ടിക്ക് DYFI നേതാക്കൾക്ക് അധോലോകവുമായിട്ടുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ മനു തോമസിനെ പ്രകോപിപ്പിക്കാൻ ഇടയാക്കിയ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം എങ്ങനെ ചോർന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പ്രകാശൻ MLA അധ്യക്ഷനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. മനു തോമസ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുമ്പോൾ പ്രതിപക്ഷം അത് ആയുധമാക്കുമ്പോൾ CPI സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലും അതിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച വാർത്ത എങ്ങനെ പുറത്തു വന്നു എന്ന് കണ്ടെത്താൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ശൈലിയാണ് എന്ത് വാർത്ത പുറത്തു വന്നാലും ആ വാർത്തയുടെ ഉറവിടം, ആ വാർത്തയ്ക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുക. വാർത്തയിൽ പറയുന്ന ആരോപണം ശരിയാണോ, വസ്തുത ശരിയാണോ, അത് പരിഹരിക്കണ്ടേ? അത്തരത്തിലുള്ള ഒരു ചിന്ത, ഒരു നിലപാട് ഈ സർക്കാർ സ്വീകരിക്കാറില്ല. ബിനോയ് വിശ്വം വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് സ്വർണം പൊട്ടിക്കൽ കഥയെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കയ്യൂരും കരുവള്ളൂരും വയലാറും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ ചോര ചിന്തിയ സഖാക്കളുടെ ചോരയാണ് ഈ ചെങ്കൊടി. ആ ചെങ്കൊടിയുടെ തണലിൽ ഇത്തരം അധോലോക സംഘങ്ങളെ വളർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമല്ല. അതുകൊണ്ട് ഇത് തിരുത്തിയേ മതിയാവൂ എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPMൻ്റെയും CPIയുടെയും ജില്ലാ കമ്മിറ്റികളിൽ CPM മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും CPI മന്ത്രിമാർക്കെതിരെയും എല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയരുകയാണ്. അങ്ങനെ വിമർശനങ്ങൾ ഉയർന്നിട്ടും അത്തരം തെറ്റുകൾ തിരുത്തും എന്ന് പറയുന്നതല്ലാതെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു നടപടിയോ മനോഭാവമോ CPMൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ആ സാഹചര്യത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ പ്രസക്തമാകുന്നത്. അദ്ദേഹം 2ാം ദിവസവും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതീവ ഗൗരവതരമായ ഒരു നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാനും തിരുത്താനും CPMും തയ്യാറാകുമെന്ന പ്രത്യാശയും ബിനോയ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.